friends, welcome to Commerce Bytes. First തന്നെ let me thank you each and everyone for watching my video because ആദ്യമായിട്ടാണ് ഫസ്റ്റ് 5 hours എനിക്ക് 90 വ്യൂസ്. അത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഭയങ്കര വാല്യൂബിളാണ്. താങ്ക് യു ഫോർ ദാറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് മൈ സബ്സ്ക്രൈബേഴ്സ്, മൈ റിയൽ ടൈം വ്യൂവേഴ്സ്, whoever it may be, a big thank you. സോ എനിക്ക് ഇന്നത്തെ മോർണിംഗ് വീഡിയോ ഇട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് വേണ്ടത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂന്ന് കീവേഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് എനിക്ക് മോർണിംഗ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ മനസ്സിലായി. സോ ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് ദാറ്റ്. അങ്ങനെ കീവേഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് പോയിൻറ്റ്സ് ആയിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. സോ നൗ ഓൾസോ വി ആർ ഡൂയിങ് keyword trick technique video. So without much delay let's begin, right? Okay, so the first point is that one's ability to analyze the information and experiences in an objective manner belongs to skill. The answer will be ക്രിട്ടിക്കൽ തിങ്കിങ്. ആ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ എക്സ്പീരിയൻസസ് ആൻഡ് ഇൻഫർമേഷൻ, ടു അനലൈസ് ദി ഇൻഫർമേഷൻ ആൻഡ് എക്സ്പീരിയൻസസ് എന്ന് അവർ എടുത്ത് പ്രൊനൗൺസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സോ ദ ആൻസർ വിൽ ബി ക്രിട്ടിക്കൽ തിങ്കിങ്. എവിടെ ഇൻഫർമേഷനും എക്സ്പീരിയൻസും ഒരുമിച്ച് വരുന്നോ അപ്പം നിങ്ങൾ ഓർത്തേക്ക് അത് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് എന്നുള്ളത്. ഓക്കെ, മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വൺസ് എബിലിറ്റി ടു അനലൈസ് ദ ഇൻഫർമേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ആൻ ഒബ്ജക്റ്റീവ് മാനർ ബിലോങ് ടു സ്കിൽ. എന്ത് സ്കില്ലാണ്? ഇൻഫർമേഷനും എക്സ്പീരിയൻസും ഒന്ന് അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്ത് സ്കില്ലാണ്? ക്രിട്ടിക്കൽ തിങ്കിങ്. നമ്മളൊന്ന് ചിന്തിക്കും. ദാറ്റ്സ് ഇറ്റ്. അണ്ടർസ്റ്റുഡ്? ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം നിങ്ങൾക്കത് ഡീപ്പായിട്ട് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒറ്റ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ഒന്ന് വായിച്ച് അതാ എനിക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യായിരുന്നു. എനിക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ജമ്പ് ചെയ്യായിരുന്നു. ഞാൻ നിങ്ങൾക്കത് മനസ്സിലാവണം എന്ന് എനിക്ക് 100% ഉള്ളതുകൊണ്ടാണ് ഞാനത് രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഐ ഹോപ്പ് യു ഓൾ ഗോട്ട് മൈ പോയിൻറ്റ്, റൈറ്റ്? So now let's move to the next question, that is family most important. ഫാമിലിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ ആൻസർ കിംബിൾ യങ്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനുള്ളൊരു ഹിൻറ്റ് എന്ന് പറഞ്ഞത് ഫാമിലി എപ്പോഴും ഫാമിലിയോട് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നത് ആരാണ്? കുഞ്ഞു കുട്ടികൾ. സോ യങ് ചിൽഡ്രൻ അല്ലെങ്കിൽ യങ് അഡൽട്ട്സ്, അങ്ങനെയുള്ള യങ് ആയിട്ടുള്ള ആൾക്കാരാണ് ഫാമിലിയോട് കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നത്. സോ അവർക്ക് ഫാമിലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. ഐ ഡോണ്ട് നോ വെദർ യു ആർ ആക്സെപ്റ്റിംഗ് മൈ വ്യൂസ്. എൻ്റെ രീതികൾ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ട്രിക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കത് ഒട്ടും ലോജിക്ക് ഉണ്ടാവില്ല. ബട്ട് എന്നാലും നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. ഓക്കെ, സോ ട്രൈ ടു കണക്ട് വിത്ത് ദാറ്റ്. സോ ഫാമിലി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത് യങ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള ചിൽഡ്രൻ, അങ്ങനെയാണ്. അതുകൊണ്ട് ദ ആൻസർ വിൽ ബി കിംപിൾ യങ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ചേഞ്ച് ഇൻ ദ സോഷ്യൽ സ്റ്റാറ്റസ് റിലേറ്റീവ് ടു വൺസ് ഓൺ കറണ്ട് സോഷ്യൽ സ്റ്റാറ്റസ് വിതിൻ ദ സൊസൈറ്റി. അതായത് സൊസൈറ്റിയുടെ ഉള്ളിൽ വെച്ച് നിന്ന് തന്നെ അവരിങ്ങനെ മൂവ് ചെയ്യുന്നു. ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുന്നു. ആ ഒരു മൂവ് ചെയ്യണ ആ ഒരു രീതിനെ എന്താ വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മൊബിലിറ്റി. ചേഞ്ച് ചെയ്യുന്നുണ്ട്, ബട്ട് ഇൻ സോഷ്യൽ സ്റ്റാറ്റസിൽ മാത്രമാണ്. വേറെ എങ്ങോട്ടേക്കും അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലേക്കുമല്ല അവർ പോകുന്നത്. അവരുടെ ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ്, ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസിന് ചേഞ്ച് വരുത്തുന്നതിനെ വിളിക്കുന്നതാണ് സോഷ്യൽ മൊബിലിറ്റി. I hope it's clear, right? Okay, now let's move to the next question. Before that, let me have a rewind. First one, നമ്മൾ പറഞ്ഞു ഇൻഫർമേഷൻ എക്സ്പീരിയൻസിനെ കൂടുതൽ ഫോക്കസ് ചെയ്ത് സ്ട്രെസ് ചെയ്ത് പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ്. പിന്നെ ഫാമിലിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് യങ് ആയിട്ടുള്ള അഡൽട്ട്സ് അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള ചിൽഡ്രൻ. സോ ദ ആൻസർ വിൽ ബി കിംപിൾ യങ്. ദെൻ ലാസ്റ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ചേഞ്ച് ഇൻ ദ സോഷ്യൽ സ്റ്റാറ്റസ് റിലേറ്റീവ്സ് ടു വൺസ് ഓൺ കറണ്ട് സോഷ്യൽ സ്റ്റാറ്റസ് വിതിൻ ദ സൊസൈറ്റി. ആ ഒരു വിതിൻ ദ സൊസൈറ്റി ആയതുകൊണ്ട് ഇറ്റ് ഈസ് സോഷ്യൽ മൊബിലിറ്റി. The next question is, education is a practice of freedom
means by men and women deal critically and creatively with reality. Okay, I am pronouncing again the word with reality. റിയാലിറ്റി ആയിട്ടുള്ള ഒരു വേർഡ് അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടോ, ഒരു സ്കെച്ച് പെൻ വെച്ചോ ഒരു ഹൈലൈറ്റർ വെച്ചോ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടോ. അതിൻ്റെ റീസൺ ഞാനിപ്പോൾ പറയാം. റിയാലിറ്റി ആൻഡ് ഡിസ്കവർ ഹൗ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ വേൾഡ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഡു യു നോ എനി ഗസ്? സോ ദ ആൻസർ വിൽ ബി റിയാലിറ്റിനെ കണക്ട് ചെയ്ത് പറയുന്നത് പൗലോ ഫെറേറിയ. സോ എൻ്റെ ലാസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിനോട് ഒരു ക്വസ്റ്റ്യൻ. പൗലോ ഫെറേനെ എന്ന് പറയുമ്പോൾ വാട്ട് യു പീപ്പിൾ ഷുഡ് കം ഇൻ യുവർ മൈൻഡ്? നിങ്ങളുടെ മൈൻഡിൽ എന്താ വരേണ്ടത് പൗലോ ഫെറെ എന്ന് പറയുമ്പോൾ? യെസ്, ദാറ്റ് ഇസ് പെഡഗോഗി ഓഫ് ഒപ്രസ്ഡ്. ഞാൻ ലാസ്റ്റ് 27 കീവേഡ് ടെക്നിക്സിൽ സ്പെസിഫൈ ചെയ്തിരുന്നു. പൗലോ ഫെറെ എന്ന് പറയുമ്പോൾ തന്നെ പെഡഗോഗി ഓഫ് ഒപ്രസ്ഡ് എന്ന് പറയണം. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ റിയാലിറ്റി എന്നുള്ളൊരു വാക്ക് വന്നു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു കീവേഡ്. അത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു കീവേഡാണ്. എല്ലായിടത്തും അത് ആപ്ലിക്കബിൾ ആണോ? വി ഡോണ്ട് ഹാവ് എനി ഒരു 100% ഷ്യൂറിറ്റി ഇല്ല. ഈവൻ ദോ റിയാലിറ്റിയുടെ ഒരു ഇതുപോലൊരു കീവേഡ് റിയാലിറ്റി വന്നിട്ടുണ്ട്, അവിടെ പൗലോ ഫെറെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് ലോക്ക് ദ ആൻസർ, ഇറ്റ് വിൽ ബി ട്രൂ. ലെറ്റ്സ് പ്രേ ഫോർ ദാറ്റ്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് KPP പോയിൻറ്റ്സ് ആണ്, കിട്ടി പോയി പോയിൻറ്റ്സ്. ഓക്കെ, എന്നിരുന്നാലും നമ്മൾക്ക് ഒരു ട്രൈ നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ലെറ്റ്സ് സീ വാട്ട് ഗോഡ് ഡിസൈഡ്സ്. നെക്സ്റ്റ് വൺ, പ്രൊഫസ്ഡ് വാല്യൂ എന്ന് പറയുന്നത് പാട്രിയോട്ടിസമാണ്. പ്രൊഫസ്ഡ് വാല്യൂ പാട്രിയോട്ടിസം, PP, പ്രൊഫസ്ഡ് വാല്യൂ പാട്രിയോട്ടിസം. ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ ഇസ് ഔറോബിന്ദു. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാനിത് പറഞ്ഞതാണ്. ഈവൻ ദോ ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത് കൊണ്ടാണ്. സോ ഔറോബിന്ദു ഇൻ്റഗ്രൽ എഡ്യൂക്കേഷൻ, ഇൻറ്റേർണൽ യോഗ. ഔറോബിന്ദു ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യോഗ, ഔറോബിന്ദു, ആ ഒരു നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു സർക്കിൾ അതിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. ആ ഒരു ഫോക്കസ് ചെയ്ത് നമ്മളിങ്ങനെ ജസ്റ്റ് ശാന്തമായിട്ട് ഇരിക്കുന്നതിന് ഒരു യോഗാസന അല്ലേ ഇത്? സോ ഔറോബിന്ദു എന്ന് പറയുന്നത് ഇൻറ്റേർണൽ യോഗ, അതുപോലെ ഇൻറ്റഗ്രൽ എഡ്യൂക്കേഷൻ. ഓക്കെ, പോയിൻറ്റ്സ് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? അതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഒരു പോയിൻറ്റ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാർക്ക് ഓഫ് എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ഇസ് വില്ലിങ്നെസ് ടു യൂസ് വൺസ് നോളജ് ആൻഡ് സ്കിൽ ടു സോൾവ് ദ പ്രോബ്ലംസ് ഓഫ് ദ സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ പ്രോബ്ലംസ്, ആ ഒരു ലാസ്റ്റ് സെക്ഷൻ എന്ന് വെച്ചാൽ പ്രോബ്ലം ഓഫ് സൊസൈറ്റി, അതൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കൂ. പ്രോബ്ലംസ് ഓഫ് സൊസൈറ്റി, ഒരു സൊസൈറ്റിയുടെ പ്രോബ്ലംസ് പരിഹരിക്കാൻ വരുന്നത് ആരാ? ഓക്കെ, സോ ഇതാണ് നമ്മുടെ കീവേഡ് പ്രോബ്ലംസ് ഓഫ് സൊസൈറ്റി. ഓക്കെ, അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ പ്ലേറ്റോ ഇൻ റിപ്പബ്ലിക്. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ലാസ്റ്റ് ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ, നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെടും. ഞാൻ വ്യൂസ് കൂടാനോ അതിനൊന്നും വേണ്ടിയിട്ടല്ല പറയുന്നത്, നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. കാരണം 27 കീവേഡ്സ് ഞാൻ അതിൻ്റെ ഉള്ളിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇറ്റ് വിൽ ബി ഗുഡ്. നിങ്ങളത് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 27 ബോണസ് പോയിൻറ്റ്സ് കിട്ടും. സോ ഡു ട്രൈ ഫോർ ദാറ്റ്. സോ മൂവിങ് ടു അവർ സെഷൻ, ദാറ്റ് ഈസ് പ്രോബ്ലംസ് ഓഫ് സൊസൈറ്റി. പ്രോബ്ലംസ് ഓഫ് സൊസൈറ്റീനെ നമ്മൾ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പറയുമ്പോൾ ഒരു സൊസൈറ്റിയുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് ആരാ? പ്ലേറ്റോ ഇൻ റിപ്പബ്ലിക്. കാരണം ആൾ പുറത്തിറങ്ങി ഓരോ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത മനുഷ്യനല്ലേ. സോ പ്ലേറ്റോ ദ റിപ്പബ്ലിക്. അത് ഒരു ഓർമ്മിപ്പിക്കലും കൂടിയാണ്. പ്ലേറ്റോ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ് ദ റിപ്പബ്ലിക്. സോ പ്ലേറ്റോ ദ റിപ്പബ്ലിക് എന്താണ് ചെയ്തത്? പ്രോബ്ലംസ് ഓഫ് ദ സൊസൈറ്റി സോൾവ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ബിക്കമിങ് ഫുള്ളി ഫങ്ഷനിങ്. അതാരാ പറഞ്ഞത്? കാറൽ റോഗസ്. കാറൽ റോഗസിൻ്റെ ഒരു ഫേമസ് ആയിട്ടൊരു അപ്രോച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. കാരണം കാറൽ റോഗസിൻ്റെ ഒരു മെയിനായിട്ടൊരു അപ്രോച്ചാണ് ക്ലൈൻറ്റ് അപ്രോച്ച്. സോ പ്ലീസ് നിങ്ങളിപ്പോൾ നോട്ട് ചെയ്ത ആ ഒരു സെൻറ്റൻസിൻ്റെ ഒപ്പം തന്നെ ഒരു ഹൈഫൺ ഇട്ടിട്ട് ക്ലൈൻറ്റ് അപ്രോച്ച് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടോ, ഇറ്റ് വിൽ ബി ഗുഡ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് പ്ലേറ്റോ.
പ്ലേറ്റോ പിന്നെ പറഞ്ഞിരിക്കുന്ന നമ്മളിപ്പോൾ പ്രോബ്ലംസ് ഓഫ് സൊസൈറ്റി പറഞ്ഞു, പിന്നെ പ്ലേറ്റോ ദ റിപ്പബ്ലിക് പറഞ്ഞു. ഇനി പ്ലേറ്റോൻ്റെ 2 പോയിൻറ്റ്സും കൂടി ഉണ്ട്. ബ്യൂട്ടി, ഓക്കെ, ബ്യൂട്ടി ദാറ്റ് ഈസ് ഇൻട്രൻസിക് വാല്യൂ. ഇൻട്രൻസിക് വാല്യൂവിനെ പറ്റി ഫോക്കസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ബ്യൂട്ടീനെയും പറ്റി ഫോക്കസ് ചെയ്തിട്ടുണ്ട്. സോ പ്ലേറ്റോ, ബ്യൂട്ടി, ഇൻട്രൻസിക് വാല്യൂ, പ്രോബ്ലം ഓഫ് സൊസൈറ്റി, പ്ലേറ്റോ ദ റിപ്പബ്ലിക്. ഈ പോയിൻറ്റ്സ് എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി നെക്സ്റ്റ് വൺ ഇസ് പൈഗറ്റ്. പൈഗറ്റ് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ വാല്യൂ ഡെവലപ്മെൻറ്റിനുമാണ്. സോ പൈഗറ്റിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ വാല്യൂ ഡെവലപ്മെൻറ്റും. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ, റൈറ്റ്? നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിൻറ്റ്, ദാറ്റ് ഈസ് ഹ്യൂമൻ മൈൻഡ് ബർത്ത് ഇസ് ടാബുല റാസ എന്ന് പറയുന്നത് ആരുടെ ഒരു പ്രൊപ്പോസ് ചെയ്തത്? സോ ദ ആൻസർ വിൽ ബി ജോൺ ലോക്ക്. സോ ഹ്യൂമൻ മൈൻഡ് ബർത്ത് ഇൻ ടാബുല റാസ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർത്താൽ മതി, ടാബുല റാസ എന്ന് പറയുന്നത് ജോൺ ലോക്കാണ്. ഓക്കെ, ടാബുല റാസ എന്ന് പറയുന്നത് ജോൺ ലോക്കാണ്. ഓക്കെ, ലെറ്റ്സ് ഹാവ് എ ക്വിക്ക് റിവിഷൻ. നമ്മൾ ഫസ്റ്റത്തെ പോർഷനൊക്കെ റിവിഷൻ നടത്തിയതാണ്. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് പൗലോ ഫെറെ. പൗലോ ഫെറെ റിയാലിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഏതാ ലോക്ക് ചെയ്യാൻ പോകുന്നത്? പൗലോ ഫെറെ. സോ എഡ്യൂക്കേഷൻ ഇസ് ദ പ്രാക്ടീസ് ഓഫ് ഫ്രീഡം മീൻസ് ബൈ men and women deal critically and creatively with reality. റിയാലിറ്റി എന്ന് വരുമ്പോൾ തന്നെ പൗലോ ഫെറെ പറയും. പിന്നെ പൗലോ ഫെറേൻ്റെ മെയിനായിട്ട് നമ്മൾ ഇന്നലെ നോക്കിയ ഒരു സംഭവം പെഡഗോഗി ഓഫ് ഒപ്രസ്ഡ്, ആ ഒരു പോയിൻ്റാണ് നമ്മൾ നോക്കിയത്. പിന്നെ പ്രൊഫസ്ഡ് വാല്യൂ പാട്രിയോട്ടിസം PP, ഔറോബിന്ദു എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ എഡ്യൂക്കേഷൻ, ഇൻറ്റേർണൽ യോഗ. Then we have discussed ഒരു മാർക്ക് ഓഫ് എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ഈസ് വില്ലിങ്നെസ് ടു യൂസ് വൺസ് നോളജ് ആൻഡ് സ്കിൽ ടു സോൾവ് ദ പ്രോബ്ലം ഓഫ് സൊസൈറ്റി. പ്രോബ്ലം ഓഫ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ പ്ലേറ്റോ ഇൻ റിപ്പബ്ലിക്. പിന്നെ ബിക്കമിങ് ദ ഫുള്ളി ഫങ്ഷനിങ് കാറൽ റോഗസ്. കാറൽ റോഗസിൻ്റെ മെയിനായിട്ടൊരു അപ്രോച്ചാണ് ക്ലൈൻറ്റ് അപ്രോച്ച്. നെക്സ്റ്റ് വൺ ഇസ് പ്ലേറ്റോ. പ്ലേറ്റോന് ബ്യൂട്ടി, ഇൻട്രൻസിക് വാല്യൂ, പ്രോബ്ലംസ് ഓഫ് സൊസൈറ്റി, ദ റിപ്പബ്ലിക്, ഇതെല്ലാം പ്ലേറ്റോൻ്റെ കീവേഡ്സ് ആണ്. സോ പ്ലീസ് നോട്ട് ദാറ്റ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു പീപ്പിൾ ക്യാൻ എക്സ്പെക്ട് 1 question ഫ്രം ദിസ്, ദാറ്റ്സ് ഫോർ ഷുവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ആൻഡ് വാല്യൂ ഡെവലപ്മെൻറ്റ്, അത് ഇമ്പോർട്ടൻസ് കൊടുത്തത് പൈഗറ്റാണ്. Now the last point we have discussed was the human mind birth is tabula rasa. Tabula rasa എന്ന് പറയുമ്പോൾ ജോൺ ലോക്ക്. tabula rasa ടേബിള് ലോക്ക്. ഓക്കെ, ടേബിള് ലോക്ക് ചെയ്ത് തരാം ജോൺ. സോ tabula rasa ജോൺ ലോക്ക്. ഓക്കെ, now the next one, information stored and encoded in memory in 3 modes. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ബേർണറിൻ്റെ ക്ലാസ്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോളൂ. ഐക്കോണിക്, ഇൻആക്റ്റീവ്, അങ്ങനെ പറഞ്ഞ് നമ്മൾ 3 മോഡ്സ് ഡിസ്കസ് ചെയ്തിരുന്നു. the third one is symbolic. So inactive, iconic, symbolic. ഇനാക്റ്റീവിനെ ആക്റ്റീവായിട്ട്, ഐക്കോണിക്കിനെ ഐ വെച്ച്, സിംബോളിക്കിനെ സിമ്പിൾസ് വെച്ച്, അങ്ങനെ നമ്മൾ 3 ലെവൽസ് അല്ലെങ്കിൽ 3 മോഡ്സ് പഠിച്ചിരുന്നു ബേർണറിൻ്റെ. സോ ദ 3 മോഡ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബേർണറാണ്. ദാറ്റ്സ് ഇറ്റ്. നൗ ദ ലാസ്റ്റ് പോയിന്റ് ഇസ്, ഈ ജോൺ ലോക്കിന് എപ്പിസ്റ്റമോളജിക് തിയറി ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. സോ പ്ലീസ് നോട്ട് ദാറ്റ് എപ്പിസ്റ്റമോളജി. സോ ജോൺ ലോക്ക് എപ്പിസ്റ്റമോളജിക്കൽ തിയറി ടാബുല റാസ, അങ്ങനെ 3 ഹൈഫൺ ഇട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് എഴുതിക്കോളൂ. ടാബുല റാസ, എപ്പിസ്റ്റമോളജിക്കൽ തിയറി ആൻഡ് ജോൺ ലോക്ക്, അത് 3ഉം കണക്ട് ചെയ്ത് എഴുതിക്കോളൂ. ഒരു കുട്ടി പോയിൻ്റ് കൂടെ പറയാം. ആഫ്റ്റർ ദാറ്റ് ലെറ്റ്സ് വൈൻഡ് അപ്പ്. അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത് സോളാണ്. ഓക്കെ, അരിസ്റ്റോട്ടിൽ സോളിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് സംസാരിക്കുന്നത്. ഓക്കെ, that's it for now. Let's meet in the next video. Till then it's bye. So do prepare well. ഈ പോയിൻറ്റ്സ് ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത്, അതുപോലെ തന്നെ ലാസ്റ്റിൻ്റെ വീഡിയോൻ്റെ കീ പോയിൻറ്റ്സും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ബ്രഷിങ് അപ്പ് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് എല്ലാ പോയിൻറ്റ്സും ഒന്ന് മെമ്മറൈസ് ചെയ്തെടുക്കാൻ പറ്റും.
ഓക്കെ, ഇറ്റ് ഈസ് എ ഗുഡ് ടെക്നിക്. ഒരു 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇറ്റ് വിൽ ബി ഗുഡ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, ബൈ.